അമാനി തഫ്സീറാണ് 2190. എങ്ങനെയുണ്ട് ഡിഫൻസ്? അതായത് അള്ള ഇവിടെ പറയണത് എന്താണ്? ഇങ്ങോട്ട് വന്നിട്ട് ആക്രമിക്കാൻ കാത്തിരിക്കുന്നത് വിഡ്ഢിത്തവും ആത്മഹത്യാപരവുമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇസ്ലാമിലെ യുദ്ധം എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതും ഈ ആൾക്കാർ പറയാറുണ്ട്, നമ്മളെന്താ അതിക്രമം ചെയ്യരുതെന്നല്ലേ ഇസ്ലാം പറയുന്നത്? അതിക്രമം കാണിക്കരുത്, നമ്മൾ അത്രയും നല്ല മതമാണ്, അതിക്രമം ആരോടും കാണിക്കരുതെന്ന് ഇസ്ലാം പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്ത് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളതൊക്കെ നോക്കുമ്പോഴാണ് നമുക്കൊക്കെ എന്താണ് മനസ്സിലാവുക. സോ ഇവിടെ വൃദ്ധന്മാരും, അതായത് യുദ്ധത്തിന് സജ്ജരല്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ അവരെ കൊല്ലരുത് എന്നാണ് ഈ പറയുന്നത്. അതല്ലാതെ നമ്മൾ അതിക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും അങ്ങോട്ട് പോയിട്ടൊന്നും ചെയ്യരുതെന്നല്ല, അങ്ങോട്ട് പോയിട്ട് ചെയ്യണം എന്നാണ് ഇവിടെ അള്ളാഹ് പറയുന്നത്. ഇതിന്റെ തൊട്ട് മുന്നത്തെ ആയത്തിൽ പരമശക്തനായ ഒരു അള്ളാഹുവിന് ഒരു കൂട്ടരെ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് അവരെ കൊലപ്പെടുത്തി കീഴ്പ്പെടുത്തി തന്റെ അതിന് അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനൊരു മനുഷ്യന്റെ ജീവൻ എടുത്തുകൊണ്ട് വേണോ അള്ളാഹുവിന്റെ ഈ എന്താ പറയാ ഉദ്ദേശം നടപ്പിലാക്കാൻ? നിങ്ങൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ പരമശക്തി, എല്ലാം ചെയ്യാൻ കഴിവുള്ള സർവശക്തനായ അള്ളാഹു എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശക്തി കാണാൻ കഴിയുന്നത്? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിൽ ഒരായത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് നിങ്ങൾ വിരലുകൾ ഛേദിക്കരുത്. അടുത്ത ആയത്തിൽ, ഞാൻ വായിച്ച ആയത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ അവരുടെ വിരലുകൾ ഛേദിക്കണം, നിങ്ങൾ വെട്ടിക്കളയണം എന്ന് അള്ളാഹു ഓർഡർ കൊടുക്കുന്നത് ബദർ യുദ്ധത്തിൽ. അപ്പോ അത് സംഭവിക്കും. കാരണം ഇതാണല്ലോ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഖുർആനും പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള വാക്കുകളുമായതുകൊണ്ട് അള്ളാഹ്ക്ക് രണ്ട് വാക്കോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികം, കാര്യമാക്കേണ്ടതില്ല. ബദർ യുദ്ധത്തിൽ അള്ളാഹ് പറയാണ്, നിങ്ങളല്ല ഇവരെ ഒന്നും കൊലപ്പെടുത്തിയത്, ഞാനാണ് അവരൊക്കെ കൊലപ്പെടുത്തിയത്. മുഹമ്മദെ, നീ അല്ല എറിഞ്ഞത് ഞാനാണ്. അതായത് അള്ളാഹ് നേരിട്ട് പങ്കെടുക്കുകയാണ് യുദ്ധത്തിൽ. സർവശക്തനായ അള്ളാഹു ആണല്ലോ. തലക്കൊരു ചെറിയ മൂളുള്ളവനാണെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ ഒരു പരമശക്തനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ അവന്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരോട് ഇങ്ങനെ പരസ്പരം യുദ്ധം ചെയ്യാൻ പറയുമെന്നും, എന്നിട്ട് ആ യുദ്ധത്തിൽ വന്നിട്ട് ഇയല്ല വന്നത്, ഞാനാണ് വന്നത്, ഇയല്ല എറിഞ്ഞത് ഞാനാണ്, വലിയ വീമ്പ് പറയണ സംഭവങ്ങളൊക്കെ അങ്ങനെ ചെയ്യോ, ഒരു പരമശക്തൻ അങ്ങനെ ചെയ്യോ എന്നുള്ളത് ആലോചിക്കുന്നവർക്ക് കിട്ടും. ഓക്കെ, എന്താണെങ്കിലും ഇതിന്റെ കൂടെ കൂട്ടി വായിക്കാൻ രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബദർ യുദ്ധം കഴിഞ്ഞ് ഉടനെ തന്നെ മുശ്രിക്കുകൾ അവരുടെ പ്രതികാരം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള യുദ്ധമാണ് ഉഹദ് യുദ്ധം. ഈ ഉഹദ് യുദ്ധത്തില് അള്ളാഹു എവിടെയിരുന്നു എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇവിടെ വലിയ ഇത് പറയുന്നുണ്ടല്ലോ, ഞാനും വന്നു നിങ്ങളുടെ കൂടെ, നിങ്ങളല്ല ഞാനാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പുള്ളി മുഹമ്മദ് നബി അന്ന് മരിച്ച പോലെ അഭിനയിച്ച് കിടന്നിട്ടാണ് ഉഹദ് യുദ്ധത്തിൽ രക്ഷപ്പെടുന്നത്. അപ്പൊ അള്ളാഹ് എവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. മുസ്ലിങ്ങളെ രക്ഷിക്കാനും ദീനിനെ ഉയർത്തിപ്പിടിക്കാനും വന്ന അള്ളാഹു അന്ന് അവിടെ പൊടി പോലും കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോ ജയിച്ച ഒരു യുദ്ധത്തിൽ വലിയ വീമ്പിളക്കുകയും തോറ്റ ഒരു യുദ്ധത്തിൽ മൂപ്പരുടെ പൊടി കാണാൻ കിട്ടുകയും ചെയ്തില്ല എന്ന് പറയുമ്പോൾ